ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നിപ്പോൾ ഇതാ നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞതുപോലെ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അന്നത്തെ പോലെ തന്നെ 5 ആയിട്ടാണ് കേട്ടോ ഗിവ് അവേയിലുള്ളത്. അപ്പോൾ നമ്മൾ 5 ഫ്രണ്ട്സിനായിരിക്കും ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. ഓരോ ഗിഫ്റ്റും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേത് വന്നിട്ട് ഒരു സ്റ്റേഷനറി സെറ്റാണ്. ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഒരു പിങ്ക് വയലറ്റൊക്കെ ഷെയ്ഡിലാണ് വരുന്നത്. ആദ്യത്തെ തന്നെ ഒരു കുട്ടി മിനി പാഡാണ്, കുറച്ചധികം പേജസ് ഉള്ള ഒരു മിനി പാഡാണ്. ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന പാഡാണ് കേട്ടോ, നോട്ട് പാഡ് അതുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പെന്നാണ്. ബാക്കിൽ ഇതാ പെന്നിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പെന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഡയറിയാണ്, കുറച്ചധികം പേജസ് ഉള്ള ഒരു ഡയറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കളറും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ഒരു സ്റ്റിക്കർ ഷീറ്റാണ്, ചെറിയ ഒരു സ്റ്റിക്കർ ഷീറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗിഫ്റ്റ് ഐറ്റമിൽ ഉള്ളത്. പിന്നെ വന്നിട്ട് സ്റ്റേഷനറി സെറ്റ് തന്നെയാണ്, ഒരു പൗച്ചിൽ വരുന്ന സ്റ്റേഷനറി സെറ്റാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് ഓരോന്നിലും എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ആദ്യത്തേത് മാർക്കേഴ്സാണ്. ഒരു 4 കളറിൽ വരുന്ന മാർക്കേഴ്സാണ് ഉള്ളത്. പിങ്ക്, ഓറഞ്ച്, 4 അല്ല കേട്ടോ, 5 കളറിൽ വരുന്ന മാർക്കർ. പിന്നെ വന്നിട്ട് ഒരു ഷാർപ്നർ ഉണ്ട്. പിന്നെ ഒരു ജെൽ പെൻ ഉണ്ട്, പിങ്ക് കളറിൽ തന്നെ വരുന്ന ഒരു ജെൽ പെന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പെൻസിലാണ്. പിന്നെ ഒരു റൂളറുണ്ട്, സ്കെയിൽ കേട്ടോ, ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു സ്കെയിലുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ, 3 കളറിൽ വരുന്ന സ്റ്റിക്കി നോട്ട്. പിന്നെ വന്നിട്ട് സ്റ്റിക്കേഴ്സാണ്, നേരത്തേതിലുള്ള പോലെ തന്നെ ഡോണറ്റിൻ്റെതൊക്കെ വരുന്ന നല്ല കോട്ടൊക്കെ ഉള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. കൂട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വന്നിട്ട് ഒരു നോട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു നോട്ട്. ഇതൊക്കെയാണ് ഈ ഒരു പൗച്ചിൽ ഉള്ളത്. പൗച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരു നല്ല സിപ്പ് പൗച്ചാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചാണ്. നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ് ആവും, പെൻസിൽ പൗച്ചൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സെക്കൻഡത്തെ ഐറ്റം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ നമുക്ക് കാണാം. തേർഡ് വൺ വന്നിട്ട് വയലറ്റ് കളറിലാണ്, യൂണിക്കോൺ തീമിൽ വയലറ്റ് കളറിലാണ് ഈ ഒരു ഗിഫ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ഉള്ളത് കാണാം. ഇതിലൊരു മാർക്കർ ഉണ്ട്, നല്ല വയലറ്റ് കളറിലുള്ള ഒരു മാർക്കറുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഇറേസർ ഉണ്ട്. പിന്നെ വന്നിട്ട് നല്ലൊരു പെന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയലറ്റ് കളറിലുള്ള പെന്നാണ്. പിന്നെ ഒരു റൂളറുണ്ട്. പിന്നെ 2 പെൻസിലുണ്ട്. ഇതിനകത്ത് 2 പെൻസിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഷാർപ്നറുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റിക്കേഴ്സ് ഇല്ല കേട്ടോ കൂട്ടുകാർക്ക്, ഇതിൽ സ്റ്റിക്കേഴ്സ് ഇല്ല. പിന്നെ വന്നിട്ട് ഒരു അടിപൊളി ഡയറി ഉണ്ട്, നല്ലൊരു ഡയറിയാണ്, അതും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിലും സെയിം പൗച്ച് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ അടുത്ത 4ാമത്തെ ഗിഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടി ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു ടോട്ടി ബാഗാണ്. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ജസ്റ്റ് സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതും വന്നിട്ട് 5ാമത്തെ ഐറ്റവും ഒരു ടോട്ടി ബാഗാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 5 ഐറ്റമാണ് ഞാനിതാ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഗിവ് അവേ വെച്ചപ്പോൾ ഒത്തിരി കൂട്ടുകാർ സബ്സ്ക്രൈബറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഗിവ് അവേയുടെ റിസൾട്ട് വന്നതിന് ശേഷം ആരെയും ഈ ഒരു പരിസരത്ത് കണ്ടില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഗിവ് അവേ പ്രൈസിന് വേണ്ടി മാത്രം എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാലോ, ഈ ഒരു യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏർണിങ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഗിവ് അവേ നടത്തുന്നതും പ്രൈസൊക്കെ കൊടുക്കുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചത് ഈ ഒരു വീഡിയോക്ക് മാത്രമല്ല, എൻ്റെ പൊതുവെയുള്ള വീഡിയോയിൽ എത്ര ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്നത് അതിൽ നിന്നും 5 ആളെയാണ് കേട്ടോ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കേണ്ട റൂൾസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ്. അതുപോലെ ഈ ഒരു ഗിവ് അവേ വാലിഡ് ചെയ്യുന്നത് ഇന്ന് തൊട്ട് May 29 തൊട്ട് June 4 വരെയാണ്. June 5 നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ഗിവ് അവേ നിങ്ങൾ കളയണ്ട. 5 ഗിഫ്റ്റ്സ് ആണ്, 5 വിന്നേഴ്സാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.